ദാര്യാവേശിന്റെ 2-ാം ആണ്ട് 8-ാം മാസത്തിൽ ഇദ്ദോ പ്രവാചകന്റെ മകനായ ബെരഖ്യാവിന്റെ മകനായ സെക്കരിയാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കലേക്ക് തിരിവീൻ എന്ന സൈന്യങ്ങളിലെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവർത്തികളെയും വിട്ടുതിരിവീൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? എന്നാൽ ഞാൻ എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്ന് പിടിച്ചിട്ടില്ലയോ? ഞങ്ങളുടെ വഴികൾക്കും പ്രവർത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവൻ ഞങ്ങളോട് ചെയ്തിരിക്കുന്നുവെന്ന് അവർ മനംതിരിഞ്ഞു പറഞ്ഞില്ലയോ? ദാര്യാവേശിന്റെ 2-ാം ആണ്ടിൽ ശെബാത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി ഇദ്ദോവിന്റെ മകനായ ബെരഖ്യാവിന്റെ മകനായ സെക്കരിയ പ്രവാചകന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ ചോലയിലെ കൊളുന്തുകളുടെ ഇടയിൽ നിന്നു. അവന്റെ പിൻപിൽ ചുവപ്പും കുരാൽ നിറവും വെണ്മയുമുള്ള കുതിരകൾ ഉണ്ടായിരുന്നു. യജമാനനെ, ഇവർ ആരാകുന്നുവെന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്ന ദൂതൻ, ഇവർ ആരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു, സർവഭൂമിയും സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നത് കണ്ടു എന്ന ഉത്തരം പറഞ്ഞു. എന്നാൽ യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ യഹോവേ, ഈ 70 സംവത്സരം നീ ക്രുദ്ധിച്ചിരിക്കുന്ന യെരൂശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കുമെന്ന് ചോദിച്ചു. അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത്, നീ പ്രസംഗിച്ചു പറയേണ്ടതെന്നാൽ, സൈന്യങ്ങളിലെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരൂശലേമിനും സിയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു. ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് സ്വൈര്യമായിരിക്കുന്ന ജാതികളോട് ഞാൻ അത്യന്തം കോപിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരൂശലേമിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എൻ്റെ ആലയം അതിൽ പണിയും, യെരൂശലേമിന്മേൽ അളവുനൂൽ പിടിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നീ ഇനിയും പ്രസംഗിച്ച് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട്, ഇവ എന്താകുന്നുവെന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട്, ഇവ യഹൂദയെയും ഇസ്രയേലിനെയും യെരൂശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളെന്ന ഉത്തരം പറഞ്ഞു. യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. ഇവർ എന്ത് ചെയ്യുവാൻ വന്നിരിക്കുന്നുവെന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാകുന്നു അവ. ഇവരോ യഹൂദ ദേശത്തെ ചിതറിച്ചു കളയേണ്ടതിന് കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിപ്പാൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. വറയ്ക്കുമോർ.